ബർത്ത്ഡേന്റെ ദിവസം കരഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴും കരയാറുണ്ട്. എല്ലാ ബർത്ത്ഡേസ് വരുമ്പോഴില്ലേ ഞാൻ ഇങ്ങനെ ആങ്സൈറ്റി കൊണ്ട് ഇങ്ങനെ ടെൻഷൻ ആവും. എനിക്ക് എന്തൊക്കെയോ പോലെ ആവും. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇപ്രാവശ്യം കരയില്ലേ, ഇപ്രാവശ്യം കരയില്ലേ എന്ന്. പക്ഷെ എല്ലാ വർഷവും ഞാൻ കരയാറുണ്ട്. ഇപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ചെയ്താൽ തന്നെ എനിക്ക് അറിഞ്ഞുകൂടി, ഇപ്പൊ എൻ്റെ റിലേറ്റീവ്സും ഫാമിലി എല്ലാവരും കാണും, ഫ്രണ്ട്സ് ആയാലും എല്ലാവരും. അപ്പൊ അവരൊക്കെ എന്താ വിചാരിക്കാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ കരയാറുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ബർത്ത്ഡേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ എപ്പോഴും എക്സൈറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം. അതിപ്പോൾ എൻ്റെ ബർത്ത്ഡേ എന്ന് മാത്രമല്ല, വേറൊരാളുടെ ബർത്ത്ഡേ, ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ എൻ്റെ അമ്മ, ആരൊക്കെ ആണെങ്കിലും അവരുടെയൊക്കെ ബർത്ത്ഡേസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ലേ, എൻ്റെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആൻസൈറ്റിയാണ്. എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വരും. എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതിന് മുന്നേ ഞാനിങ്ങനെ എപ്പോഴാണ് ഞാൻ കരയാൻ തുടങ്ങിയെന്നൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ അച്ഛൻ മരിക്കുന്നത് എനിക്ക് 14 വയസ്സുള്ളപ്പോൾ. നെക്സ്റ്റ് ഇയർ ഞാൻ 15 വയസ്സാണ്. അച്ഛനില്ലാത്ത എന്റെ ഫസ്റ്റ് ബർത്ത്ഡേ. എനിക്ക് ശരിക്കും എനിക്കറിയായിരുന്നു, ആ സമയം പഴയ പോലെയൊന്നും അല്ല. എനിക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം എനിക്കറിയാം അത്. പക്ഷേ അപ്പൊ എന്റെ സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്തു, എങ്ങനെയൊക്കെയോ ആയിട്ട് അവർ ചെറിയൊരു ക്യൂട്ട് സെലിബ്രേഷൻ അവരിങ്ങനെ പ്ലാൻ ചെയ്തു. അവരെന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ കൊണ്ടുപോയി. പക്ഷെ ഞാൻ അവിടെ നിന്ന് നല്ലോണം കരഞ്ഞു. അന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല ഞാൻ എന്തിനാ കരയുന്നുള്ളത്. അതിനുശേഷം എല്ലാ ബർത്ത്ഡേസിലും ഞാൻ കരയാറുണ്ട്. ഇപ്പൊ എനിക്ക് ബർത്ത്ഡേസ് അടുത്ത് വരുന്നതിന് ഭയങ്കര ടെൻഷനാണ്. എനിവേ, ഐ ടേൺ 27. നത്തിങ് ഫീൽ സ്പെഷ്യൽ ആക്ച്വലി. ഒന്നും ഇല്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യുക. ഐ ഡോണ്ട് നോ എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് റിലേറ്റ് ചെയ്യോ. പിന്നെ ചിലവർ തോന്നുമായിരിക്കും ബർത്ത്ഡേ അല്ലേ, വാട്ട്സ് ദാറ്റ് സ്പെഷ്യൽ എന്നൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നു. ഇപ്പം എനിക്ക് അറിഞ്ഞോളൂ.